ഹലോ. അപ്പോൾ നമ്മുടെ തമ്പനെയിലിൽ കണ്ട പോലെ തന്നെ ഹിന്ദി എഴുതാനും വായിക്കാനും അറിയാതെ വിഷമിക്കുന്ന വളരെ ബുദ്ധിമുട്ടുന്ന കുട്ടികളുടെ ഉമ്മമാരോ അല്ലെങ്കിൽ അമ്മമാരോ ആയിരിക്കും ഈ വീഡിയോ കാണുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഹിന്ദി എഴുതാനും വായിക്കാനും അറിയാതെ എത്ര പേര് വിഷമിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഒരുപാട് പേര് ഇപ്പോൾ 8ാം ക്ലാസ്സിലൊക്കെ തോറ്റതിൽ ഏറ്റവും കൂടുതൽ, അതായത് 4 ലക്ഷത്തോളം ആളുകൾ 8ാം ക്ലാസ്സിലെ കുട്ടികൾ പരീക്ഷ എഴുതിയിട്ട് അതിൽ വെറും 2 ലക്ഷത്തിലധികം കുട്ടികൾ മാത്രമാണ് ജയിച്ചത്. അപ്പോൾ 2 ലക്ഷത്തോളം കുട്ടികൾ തോറ്റു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അത്രയും കുട്ടികളും ഏറ്റവും കൂടുതലായിട്ട് തോൽവി സ്വീകരിച്ചത് ഹിന്ദി എന്ന വിഷയത്തിലാണ്. അപ്പോൾ അവർക്ക് എഴുതാനോ വായിക്കാനോ ഒന്നും അറിയില്ല. അങ്ങനെയുള്ള കുട്ടികൾ എങ്ങനെയാണ് ഒരു ഹിന്ദിയിലുള്ള നോട്ട്സും കാര്യങ്ങളും പഠിക്കുന്നത്? അപ്പോൾ അവർക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള ഒരു ഹിന്ദി ക്ലാസ്സാണിത്. അപ്പോൾ ഒരു പേടിയും പേടിക്കാതെ നമുക്ക് എഴുതാനും വായിക്കാനും പറ്റുമെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഹിന്ദി പഠിച്ചെടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഗ്രാമറോ കാര്യങ്ങളോ ഒന്നുമല്ല നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത്. അത് വായിക്കാൻ കിട്ടണം, അതുപോലെ തന്നെ എഴുതാൻ കിട്ടണം. അത് കഴിഞ്ഞ് നമുക്ക് ഹിന്ദിയിലെ ഗ്രാമറും കാര്യങ്ങളും ഒക്കെ പഠിക്കാം. ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഹിന്ദി എങ്ങനെ വായിക്കാം, എങ്ങനെ എഴുതാം, അത് കേട്ട് കഴിഞ്ഞാലും നമ്മൾ എങ്ങനെ എഴുതാം, നമുക്ക് എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് ഹിന്ദി എഴുതണമെങ്കിൽ അത് സ്വന്തമായിട്ട് എങ്ങനെ എഴുതാം എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. ഇന്ന് നമ്മുടെ കുട്ടികൾ ഏറ്റവും കൂടുതലായിട്ടും 10ാം ക്ലാസ്സിൽ A+ വാങ്ങിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഹിന്ദി വായിക്കാനും എഴുതാനും അറിയില്ല എന്നുണ്ടെങ്കിൽ അവർക്കത് പഠിച്ചെടുക്കാനും വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഫസ്റ്റ് മുതലേ ഹിന്ദി അക്ഷരങ്ങളൊക്കെ പഠിച്ച് അതേപോലെ തന്നെ ചിഹ്നങ്ങളോട് കൂടിയിട്ട് എങ്ങനെ അത് എഴുതാമെന്നുള്ളതൊക്കെ കാര്യത്തോട് കൂടിയിട്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതിന് ആദ്യം വേണ്ടത് നമുക്കൊരു നോട്ട്ബുക്കും പേനയുമാണ്. അതൊക്കെ എടുത്തിട്ട് റെഡി ആയിട്ട് ഇരിക്കുക. ആദ്യമായിട്ട് ഇവിടെ ആ മുതൽ ആ വരെയുള്ള അക്ഷരങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതിലെ ഓരോ വരിയും ഇതിപ്പോൾ 2 വരികളായിട്ട് നമുക്ക് നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കാം. അതിലെ അക്ഷരങ്ങൾ ഹിന്ദി അക്ഷരത്തോടൊപ്പം മലയാളം അക്ഷരവും കൊടുത്തിട്ടുണ്ട്. അത് ശ്രദ്ധിച്ച് വായിക്കുകയും പഠിക്കുകയും വേണം. അപ്പോൾ എല്ലാവരും റെഡിയല്ലേ? ആ, ആ, ഇ, ഈ, ഉ, ഊ, ഇർ. അതുവരെ നമുക്ക് നോട്ടിലൊന്ന് എഴുതി നോക്കാം. ആ, ആ, ഇ, ഈ, ഉ, ഊ, എർ. ഇത്രയും ഭാഗം. ഈ എർ എന്നുള്ളത് ഒരു 10 ലൈനിലൊക്കെ നമുക്ക് ഏകദേശം ഒരു 10 ലൈൻ കേട്ടോ. താഴേക്ക് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നത് എത്രയാണോ അതുവരെ എഴുതാം. ശരിക്കും ഒരു 5 ലൈനിൽ പഠിച്ചിട്ട് അപ്പോഴേക്കും നിങ്ങൾക്ക് പഠിഞ്ഞു എന്നുണ്ടെങ്കിൽ ആ ഒരു 5 ലൈനോട് കൂടിയിട്ട് പഠനം നിർത്താം. എന്നിട്ട് നമ്മളതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. കാരണം ഓരോ ഭാഗത്തുനിന്ന്, അതായത് ഇപ്പോൾ ഒരു 5 ലൈനിൽ എഴുതി കഴിഞ്ഞാൽ 5ാമത്തെ ലൈനിലെ അവസാനത്തെ ലൈനിൽ പിന്നെ അവസാനത്തെ അക്ഷരം ഒന്ന് നോക്കുക, അതെന്താണ് വായിക്കുക. സെൻറ്ററിൽ തൊട്ട് നോക്കുക, അതെന്താണ് വായിക്കുക. ഫസ്റ്റിൽ എന്താണ് അത് വായിക്കുക. വീണ്ടും ലാസ്റ്റിൽ അല്ലെങ്കിൽ സൈഡിൽ, ഇങ്ങനെ ഓരോ ഭാഗത്തെ അക്ഷരങ്ങളിൽ കൈകുത്തിക്കൊണ്ട് അത് എന്താണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇനി അക്ഷരങ്ങൾ എഴുതുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഇവിടെ കണ്ടില്ലേ 2 വരയുടെ ഇടയിലായിട്ടൊരു വര ഇട്ടിട്ടുള്ളത്? അത്രയും ഭാഗം വരെ നമുക്ക് എന്തുണ്ടാവാൻ പാടുള്ളൂ? എഴുത്തിൻ്റെ വലുപ്പം ഉണ്ടാവാൻ പാടുള്ളൂ. കാരണം നമുക്ക് താഴെ ഒരു അക്ഷരം എഴുതുമ്പോൾ അതിന് ചിഹ്നം വരുമ്പോൾ ആ ചിഹ്നം എഴുതാനുള്ളതാണ് മുകളിലുള്ള ആ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതനുസരിച്ച് തന്നെ നമ്മൾ എഴുതണം. ഇപ്പോൾ ഈ എന്ന് എഴുതിയപ്പോൾ കണ്ടില്ലേ, നമ്മൾ മുകളിൽ ഒരു കൊക്ക ഇട്ടിട്ട് ആ കൊക്ക ഇടാനുള്ള ഗ്യാപ്പ് നമ്മൾ അവിടെ മുകളിൽ ലൈനിൽ എഴുതുമ്പോൾ നമ്മളവിടെ കൊടുത്തിരിക്കണം. അപ്പോൾ 2 ലൈനിൻ്റെ ഇടയിൽ സെൻറ്ററിൽ വരെ മാത്രമേ ആ വരയിൽ നിന്ന് തൂങ്ങിക്കിടക്കുന്ന അക്ഷരങ്ങൾ ഉണ്ടാവാൻ പാടുള്ളൂ. അക്ഷരങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മുകളിലുള്ള ലൈനിൽ നിന്ന് തൂങ്ങിക്കിടക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ലൈനിൻ്റെ മുകളിൽ എഴുതിയിട്ട് അതിന് മുകളിൽ വര ഇടുകയല്ല ചെയ്യുക കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അതേപോലെ എഴുതുന്നതിൻ്റെ വൃത്തി, നീറ്റ്നെസ് ശ്രദ്ധിക്കണം. ഇതെല്ലാം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് കഴിഞ്ഞിട്ടുള്ള അക്ഷരങ്ങൾ നോക്കാം. ഇവിടെ കണ്ടില്ലേ, ഇപ്പോൾ ഒരു 10 ലൈൻസൊക്കെ, ഏകദേശം ഒരു 8-10 ലൈൻസൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? ബാക്കിയുള്ള അക്ഷരങ്ങൾ എഴുതാം. എ, ഐ, ഒ, ഔ,
അം. ആ എന്ന് എഴുതിയിട്ട് മുകളിലൊരു കുത്തിട്ട് കഴിഞ്ഞാൽ അം. പിന്നെ അവിടെ ഒരു ആ എന്നും കൂടെ വരുന്നുണ്ട്. അതിൻ്റെ ഒരു ആവശ്യം നമുക്ക് ശരിക്കും വരുന്നില്ല. എന്നാലും നമ്മൾ എഴുതി വെക്കാം. ശരിക്കൊരു നമ്മൾ ദുഃഖം എന്നൊക്കെ എഴുതുമ്പോൾ അവിടെ 2 ഡോട്ട് ഇടുമല്ലോ, അത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അത് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ പഠിക്കാൻ അതിൻ്റെ ആവശ്യമില്ല, എന്നാൽ കൂടി നമുക്ക് എഴുതി പഠിക്കാം. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരു 5-8 ലൈനിൽ അല്ലെങ്കിൽ 5 ലൈനിൽ അല്ലെങ്കിൽ 10 ലൈനിൽ എത്ര ലൈനിൽ എഴുതിയാലാണോ നിങ്ങൾക്ക് മനസ്സിലാവുന്നത്, പഠിയുന്നത്, അതുവരെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് എഴുതി പഠിക്കുന്നത്. കൃത്യമായിട്ട് തന്നെ പഠിക്കുക കേട്ടോ. ഒരു ദിവസം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നത് ഒരു 4 പേജിലാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു കുറച്ച് അക്ഷരങ്ങൾ മാത്രമാണെങ്കിൽ അത് മാത്രം പഠിച്ചു വെക്കുക. പഠിക്കേണ്ട രീതി ഇതാണ്. എല്ലാ ദിവസവും ഇതേപോലെ കുറേശ്ശെ പഠിക്കുക, വീഡിയോ എടുത്ത് കാണുക, വീണ്ടും എഴുതി പഠിക്കുക. അതോട് കൂടിയിട്ട് ഈ ഒരു വീഡിയോ ഫിനിഷ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് വായിക്കാൻ കിട്ടണം. ഇപ്പോൾ ഇവിടെ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പാലിച്ചാൽ നിങ്ങൾക്ക് വായിക്കാൻ കിട്ടും. ഇനി ഇത് ഓരോന്നും എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഓരോ അക്ഷരങ്ങളും എന്ത് ചെയ്യണം, വായിക്കണം, വായിച്ച് എഴുതണം. ആ എന്ന് എഴുതുമ്പോൾ ആ എന്ന് വായിച്ച് എഴുതണം. ആ ഇ ഈ ഉ ഊ ഇർ ഇങ്ങനെ വായിച്ച് തന്നെ എഴുതണം. എന്നിട്ട് 2ാമത്തെ ലൈനിൽ എത്തുമ്പോൾ തിരിച്ച് ഇങ്ങോട്ട് വായിക്കണം, ഇർ അല്ലേ. അങ്ങനെ ഇർ മുതൽ ഇങ്ങോട്ട് ആ വരെയുള്ള അക്ഷരങ്ങൾ ഇങ്ങോട്ട് വായിക്കണം. അത് പല രീതിയിൽ വായിച്ച് പഠിക്കണം, എന്നാലേ അത് മനസ്സിനകത്ത് കയറിയിരിക്കുള്ളൂ. അടുത്തതായിട്ട് ഇവിടെ നോക്കുക, നമ്മളെല്ലാ അക്ഷരങ്ങളും ഇപ്പോൾ പഴയ ആളുകളൊക്കെ കായ്ക്കങ്ങ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ അത് ശരിയായ രീതിയിലുള്ള ഒരു സൗണ്ട് നമുക്കത് വരുന്നില്ല. അപ്പം ക ഖ ഗ ഘ ങ, ച ച ജ ഛ ഞ, ട ഠ ഡ ഠ ണ, ത ഥ ദ ഥ ന, പ ഫ ബ ഭ മ. ഇങ്ങനെയാണത് വായിക്കുന്നത്. ഇനി ഇത് ഓരോ ലൈനും നമ്മുടെ നോട്ട്ബുക്കിൻ്റെ ഫസ്റ്റ് ലൈനിൽ എഴുതി വെക്കുക. ഫസ്റ്റ് ലൈനിൽ ക ഖ ഗ ഘ ങ എന്ന് എഴുതിയിട്ട് ആ അക്ഷരങ്ങളുടെ മലയാള അക്ഷരങ്ങളും ഉണ്ട്. അപ്പോൾ അത് നമുക്ക് എഴുതി അങ്ങ് പഠിക്കാം. അപ്പോൾ ഇത് ഇവിടെ എഴുതിയ പോലെ തന്നെ ക ഖ ഗ ഘ ങ. ങ എന്ന് എഴുതുമ്പോൾ ഡ എന്ന അക്ഷരം കഴിഞ്ഞ് ഒരു പുള്ളി ഇട്ടാൽ നമ്മൾ ങ എന്ന് വായിക്കും. ക ഖ ഗ ഘ ങ, ക ഖ ഗ ഘ ങ. ഇതുപോലെ എഴുതി പഠിക്കണം കേട്ടോ. അപ്പോൾ ലാസ്റ്റ് വരെ നമ്മൾ ഇതേപോലെ തന്നെ. അപ്പോൾ അതിൽ ആ എഴുത്തിൻ്റെ രീതി ശ്രദ്ധിക്കാം. വരിയിൽ നിന്ന് തൂക്കിയിട്ടാണ് എഴുതിയിട്ടുള്ളത്. അതേപോലെ എഴുത്തിൻ്റെ 2 വരികൾക്കിടയിൽ ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്, കണ്ടോ. അതായത് ക എന്ന അക്ഷരം കഴിഞ്ഞ് താഴത്തെ ലൈന് വരെ എന്തുണ്ട്, ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട് അല്ലേ. 2 ലൈനിൻ്റെ സെൻറ്ററിലായിട്ട് സെൻറ്റർ വരെ നമ്മൾ എഴുതാൻ പാടുള്ളൂ എന്നാണ്. അപ്പം നോക്കിയേ, ച ച ജ ഛ ഞ എഴുതുന്നത് ശ്രദ്ധിക്കുക. അതേപോലെ നമ്മൾ അവിടെ പ്രിൻ്റ് കൊടുത്തിട്ടുണ്ട്. ആ പ്രിൻ്റിൽ നോക്കിയിട്ട് ഓരോ അക്ഷരവും എഴുതി വായിച്ച് പഠിക്കുകയും ചെയ്യണം. എഴുതുമ്പോൾ വീണ്ടും വീണ്ടും വായിച്ച് എഴുതുക. 10 വരി എഴുതുകയാണെങ്കിൽ ആ 10 വരിയിലും നമ്മൾ വായിച്ച് എഴുതിയാൽ നമ്മുടെ മനസ്സിൽ നിന്ന് ആ അക്ഷരങ്ങൾ മാഞ്ഞു പോവില്ല. വൃത്തിയിൽ എഴുതാം. ച ച ജ ഛ ഞ കഴിഞ്ഞു. ട ഠ ഡ ഠ ണ എഴുതി. അതുപോലെ പ ഫ ബ ഭ മ എന്നാണ് എഴുതുന്നത്. പ ഫ ബ ഭ മ, പ ഫ ബ ഭ മ, പ ഫ ബ ഭ മ അല്ലേ. ഓക്കെ. ഇനി ത ഥ ദ ഥ ന ഒന്നുകൂടെ ശ്രദ്ധിക്കുക കേട്ടോ. ത കൃത്യമായ രീതിയിൽ 2 വരികൾക്ക് നടുവിലായിട്ട്. ഓക്കെ. ത ഥ ദ ഥ ന, ത ഥ ദ ഥ ന, ത ഥ ദ ധ ന, ത ഥ ദ ഥ ന. ഇതേപോലെ താഴേക്ക് നിങ്ങൾക്ക് എത്രയാണോ എഴുതിയിട്ട് പഠിയുന്നത് അതുവരെ നിങ്ങൾ എഴുതട്ടോ. അടുത്താണ് യ ര ല വ ഷ ഷ സ ഹ എന്ന്. ഏതൊക്കെയാണ്?
യ ര ല വ ഷ ഷ സ ഹ യ ര ല വ. അത് എഴുതി പഠിക്കുക ആദ്യം. യ ര ല വ യ ര ല വ. കണ്ടില്ലേ? ഷ ഷ സ ഹ ഷ ഷ സ ഹ ഷ ഷ സ ഹ ഷ ഷ സ ഹ. അക്ഷരങ്ങൾ ശ്രദ്ധിക്കണം. എവിടെ നിന്നാണ് ആ സൗണ്ട് നമ്മൾ പറയുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കണം കേട്ടോ. ഷ ഷ സ ഹ. ഓക്കെ, അപ്പോൾ ഇതുപോലെ എഴുതി പഠിക്കാം. ഇനി അക്ഷരങ്ങൾ മാത്രം അറിഞ്ഞാൽ പോരാ അല്ലേ, ചിഹ്നങ്ങളും അറിയണം. അതെങ്ങനെ പഠിക്കുക? ആ. അപ്പോൾ ആ എന്ന അക്ഷരത്തിന് പകരം നമ്മൾ ക എന്നൊരു അക്ഷരം ഇട്ട് കൊടുത്തു, ഏതെങ്കിലും അക്ഷരം. അപ്പോൾ ആ ഈ ഓ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചല്ലോ, അതേ രീതിയിൽ നമ്മൾ ക കാ കി കി കു കു കിർ എന്നൊക്കെ ഉണ്ട് എഴുതി നോക്കാം അല്ലേ. അപ്പോൾ ഒന്ന് നോക്കിയേ. ആക്ക് പകരം ക, ആ കാ, ഇ കി, ഈ കീ, ഉ കു, ഊ കൂ, ഇർ കിർ, എ കെ, ഐ കൈ, ഔ കൗ, ഓ കോ, ഔ കൗ. കണ്ടില്ലേ? കെ എന്ന അക്ഷരം അല്ലേ, എന്നാൽ നല്ല ശ്രദ്ധിക്കണം. കെ എന്ന് പറയുന്ന അക്ഷരം നമ്മൾ അക്ഷരത്തിൻ്റെ മുകളിലാണ് എഴുതിയത്. എന്നാൽ കോ എന്ന അക്ഷരം എഴുതുമ്പോൾ നമ്മൾ ക എന്ന അക്ഷരത്തിൻ്റെ തൊട്ടപ്പുറത്ത് ആ എന്ന ചിഹ്നം ചേർത്തതിന് ശേഷം അതിന് മുകളിലാണ് ഒരു വര ഇടുന്നത്. അപ്പോൾ കെ എന്നുള്ളതും കോ എന്നതും ശ്രദ്ധിക്കണം. അതുപോലെ തന്നെയാണ് കൈ, കൗ. കൈ എന്നത് 2 വര അക്ഷരത്തിന് മുകളിലാണ്, കാ എന്ന് എഴുതിയിട്ട് അതിൻ്റെ ചിഹ്നത്തിന് മുകളിലാണ് മേലെ 2 വര ഇട്ടത് കൗ എന്ന് വായിക്കുന്നത്. അപ്പോൾ അതൊന്ന് ക്ലിയറാക്കി വായിക്കാം കേട്ടോ, ഒന്ന് നന്നായിട്ട് ശ്രദ്ധിക്കാം. കെ കൈ കോ കൗ, ക ക കി കി കു കു കിർ, കെ കൈ കോ കൗ കം. അതേപോലെ ത ത തി തി തു തു തെർ, തേ തൈ, തോ തൗ, തം. ഇനി പ എന്ന അക്ഷരം നോക്കിയേ. പ പാ, പി പീ, പു പൂ, പെർ, പേ പൈ, പോ പൗ, പം. ഓക്കെ, അപ്പോൾ ഇതേപോലെ പറഞ്ഞ് വേണം പഠിക്കാൻ. പറഞ്ഞ് പഠിച്ച് അത് ഇടയ്ക്കിടയ്ക്ക് ഓരോ ഭാഗത്ത് കൈ തൊട്ടിട്ട് ഓരോ അക്ഷരവും ചിഹ്നവും അറിയുന്നുണ്ടോ എന്ന് മനസ്സിലാക്കി വെക്കണം. ഇനി ഇതിൽ പറഞ്ഞ പോലെ ആ മുതൽ വരെയുള്ള ക്ഷാത്രാജ്ഞ വരെയുള്ള അക്ഷരങ്ങളുണ്ട്. ഓക്കെ, അത് മുഴുവനായിട്ട് ചിഹ്നങ്ങളോട് കൂടിയിട്ട് ഒന്ന് എഴുതി നോക്കാം. ഇനി നമുക്ക് അക്ഷരങ്ങളും ചിഹ്നങ്ങളും ഒക്കെ പഠിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഒരു പേര് എഴുതിയിട്ട്. ആ ഫ് സ ൽ അല്ലേ, ല എന്ന അഫ്സൽ. ല ഒരു അക്ഷരം അവസാനം വരുവാണെങ്കിൽ ആ അക്ഷരത്തെ നമ്മൾ പകുതിയായിട്ട് വായിക്കണം. അവസാനത്തെ അക്ഷരത്തിൻ്റെ കൂടെ ചിഹ്നം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളത് മുഴുവനായിട്ട് വായിക്കുള്ളൂ. അല്ലെങ്കിൽ ഒരു ചിഹ്നം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളതിനെ എന്ത് വായിക്കണം? ആ അക്ഷരത്തിൻ്റെ പകുതി വായിക്കണം. അഫ്സൽ, പിന്നെന്താ രമേശ് അല്ലേ, ഷാജഹാൻ. ചിഹ്നങ്ങൾ പഠിച്ച ഒരാൾക്ക് പേര് എഴുതാൻ അറിയണം കേട്ടോ. മനോജ്, മനോജ് അല്ലേ, അങ്ങനെയാണ് എഴുതുക. ഓക്കെ, ഇനി നമുക്കൊരു പേരും കൂടെ എഴുതി നോക്കാം. ഫസീല, ഫസീല. ഓക്കെ, എല്ലാന്ന് കണ്ടില്ലേ നിങ്ങൾ? ഇപ്പോൾ ഇതുവരെയുള്ള അക്ഷരങ്ങളൊക്കെ പകുതിയായിട്ടാണ് വായിച്ചത് ലാസ്റ്റത്തെ. ഇപ്പോൾ ആ ചിഹ്നം ഇട്ട് കൊടുത്ത സമയത്ത് നമ്മൾ ആ ചിഹ്നം ഇട്ട് കൊടുത്തപ്പോൾ നമ്മൾ എന്തായി? ഫസീല എന്ന് വായിച്ചു. കണ്ട? ജലജ. കണ്ട? ഒരു വരയും കൂടെ നമ്മൾ ഇട്ട് കൊടുത്തപ്പോഴാണ് അത് ഫുള്ളായിട്ട് വായിച്ചത്. ഓക്കെ, അഫ്സൽ അല്ലേ, അഫ്സൽ. രമേശ്, രമേശ്. ഷ എന്നതിന് വള്ളി ഒരു ദീർഘ ഇല്ലാത്തത് കൊണ്ട് ഷ് എന്ന് വായിച്ചു. ഷാജഹാൻ, മനോജ്, മനോജ് അല്ലേ. കൃത്യമായ അക്ഷരങ്ങൾ നോക്കി എഴുതാം. മാ എഴുതുക, നോ എഴുതുക, ജ്. ഓക്കെ, ജ് എന്നാവുമ്പോൾ ജ എന്ന് തന്നെയാണ് എഴുതുക. ലാസ്റ്റ് അക്ഷരം ആയതുകൊണ്ട് പകുതിയായിട്ട് വായിക്കും. അതുപോലെ ഫ സീ ല അല്ലേ, ദീർഘം ഇട്ട് കൊടുത്തു. ജ ല ജ
അല്ലേ? ജ എന്നുള്ളതിന് ആ ചിഹ്നം ഇട്ട് കൊടുത്താൽ നമുക്കത് ജലജ എന്ന് വായിക്കാം, അല്ലെങ്കിൽ ജലജ് എന്നാണ് കേട്ടോ വായിക്കാം. അപ്പോൾ അക്ഷരങ്ങൾ ഫുള്ളായിട്ട് നമ്മൾ ഒന്നും കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അ ആ ഇ ഓ എ ഐ ഒ ഔ അം അ അല്ലേ? കാക്ക ഗംഗങ്ങ ചാച്ച ജഞ്ചഞ്ഞ ഡാഠ ഡഠണ താത്ത ദധന പഫ ബപമ യ ര ല വ ഷ ഷ സ ഹ ക്ഷ ത്ര ജ്ഞ. ഓക്കെ, ഇനി പഠിച്ച അക്ഷരങ്ങളൊക്കെ ഉപയോഗിച്ച് 10 കുട്ടികളുടെ പേരും അതേപോലെ വീട്ടിലുള്ള കുട്ടികളുടെ പേരും ഒക്കെ, അയൽവാസികളുടെ കുട്ടികളുടെ പേര് അല്ലേ, നമുക്കറിയാവുന്ന കുട്ടികളുടെയൊക്കെ പേരൊക്കെ ഒന്ന് എഴുതി നോക്കുമല്ലോ. അത് അങ്ങനെ എഴുതി നോക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ അക്ഷരങ്ങൾ വായിക്കാനും അതേപോലെ പാരഗ്രാഫ് എടുത്ത് വായിക്കാനും എഴുതാനും ഒക്കെ പറ്റും. ഡെയിലി ഒരു 3 വരി അടങ്ങുന്ന ഒരു പാരഗ്രാഫ് ഡെയിലി വായിച്ച് നോക്കണം. അതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഴുതാനും വായിക്കാനും ഒക്കെ നന്നായിട്ട് ചെയ്യാൻ പറ്റും. ഇനി ഇത് നല്ല രീതിയിൽ പഠിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിട്ടുള്ള വാട്സപ്പ് ലിങ്കിൽ കയറിയിട്ട് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഒരു ക്ലാസ്സിൽ നമുക്ക് ജോയിൻ ചെയ്യാൻ കഴിയും. ചെറിയ ഫീസോട് കൂടിയിട്ട് നമുക്ക് ഹിന്ദി വായിക്കാനും പഠിക്കാനും ഒക്കെ കഴിയും. അപ്പോൾ ഗ്രാമറും അതിൻ്റെ കൂട്ടത്തിലുണ്ടാവും. അപ്പോൾ അത്യാവശ്യം ഹിന്ദി നമുക്ക് വായിക്കാനും എഴുതാനും ഗ്രാമറും കാര്യങ്ങളും ബേസ് കംപ്ലീറ്റ് നമുക്ക് ആ ഒരു ഹിന്ദി ക്ലാസ്സിലൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ളവർ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. താഴെ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.